നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ തിരുനെല്ലി അരണപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. തിരുനെല്ലി ഭാഗങ്ങൾ നമുക്കറിയാം, ഇപ്പോഴും കാട്ടാനശല്യം അതിരൂക്ഷമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. പല പ്രാവശ്യം നമ്മൾ തിരുനെല്ലി ഭാഗത്തെ ആനകളുടെ ആക്രമണവും അതുപോലെ അതുമൂലം ഉണ്ടായ പ്രശ്നങ്ങളും കൃഷിനാശവും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കടുവയുടെ ആക്രമണങ്ങൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഇഷ്യൂ ഇവിടെ നടന്നിരിക്കുകയാണ്. അതായത് ഇവിടെ സ്ഥിരമായിട്ട് ആന വരുന്നൊരു സ്ഥലമാണ് ഈ അരണപ്പാറ എന്ന് പറയുന്നത്. കർണാടക ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. കൂടുതലും എസ്റ്റേറ്റ് മേഖലയാണ്. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ആന ഒരു വീടിൻ്റെ മുറ്റത്തെത്തി ആ വീട്ടുടമസ്ഥന് നേരെ ചീറിപ്പാഞ്ഞ് ചെല്ലുകയും അതുപോലെ തന്നെ ബൈക്ക് തട്ടിമറിക്കുകയും ചെയ്യുക അവസ്ഥയൊക്കെ ഉണ്ടായി. നമുക്ക് ആ ഒരു സ്ഥലത്ത് ചെന്ന് നേരിട്ട് ആ ഒരു വീട്ടുടമസ്ഥയോട് തന്നെ കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഈ ഒരു റോഡാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ ഒരു വീട്ടിലാണ് ആന വരികയും അതുപോലെ തന്നെ ആക്രമണം നടത്തുകയൊക്കെ ചെയ്തത്. നമുക്ക് കാണാം, ഇവിടെയൊക്കെ വീടും ജനവാസമൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. ഈ വീട്ടിലാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. നമുക്ക് അദ്ദേഹത്തോടെ നേരിട്ട് ചോദിക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഹംസ KB. ഇത് എത്ര മണിയായപ്പോഴാണ് ഇന്നലെ? ഇത് ഒരു 3 മണിക്ക് ശേഷം, നേരം വെളുക്കാൻ നേരത്ത് 3 മണിക്ക് ശേഷമാണ് അല്ലേ? ആനയെ നേരിട്ട് കണ്ടോ? നേരിട്ട് കണ്ടല്ലേ? ഞാൻ ഒച്ച കേട്ട് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി, എന്തോ ഒച്ച കേട്ടു. അപ്പോൾ ആനയാണെന്ന് മനസ്സിലായില്ല എനിക്ക്. അപ്പോൾ ഒരാഴ്ചയായിട്ട് ഈ പ്രദേശത്ത് ആന കുറവാണ്, മഴയില്ലാത്തതുകൊണ്ട്. അപ്പോൾ അന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൗണ്ട് കേട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്, വാതിൽ തുറക്കുന്നത്. അങ്ങനെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ എൻ്റെ മുറ്റത്ത് തന്നെ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ കുളത്തിൽ എൻ്റെ മക്കൾ ഈ 2 വർഷത്തിൽ കൊറോണ വന്നിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് പണിയില്ലാത്ത സമയത്ത് ഞങ്ങൾ കുറച്ച് മീനുകൾക്കായിട്ട് പിന്നെ അലങ്കാര മീനുകൾ വളർത്താൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അതിൽ പിന്നെ ആമ്പലുണ്ട്, താമരയുണ്ട്, ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടതാകട്ടെ. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇതെല്ലാം പറിച്ച് തിന്നിട്ട് വെള്ളത്തിൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വാതിൽ തുറന്നു പുറത്തേക്ക് ഇറങ്ങി, വാതിൽ ഒരു തുറന്നു വെച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇത് ആന ഇങ്ങനെ നിന്നിട്ട് ഇതിനകത്ത് ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വാതിലിന് മുകളിൽ 2 അടി അടിച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കി. അപ്പോൾ ഇത് എൻ്റെ നേരെ ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഓടിങ്ങി വന്നു. അപ്പോൾ എൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾ വീടിന് മുമ്പിൽ ഈ ബൈക്ക് സാധാരണ നമ്മളിങ്ങനെ വെക്കാറില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തുമ്പി കൊണ്ട് ഒറ്റ അടിച്ച് അങ്ങോട്ട് കോരയിലേക്ക് തെറിപ്പിച്ച് അങ്ങോട്ട് ഇട്ടു. അപ്പോൾ ബൈക്കിന് കുറേ കേടുപാടുകൾ കുറച്ചൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ആ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഉടനെ അകത്തേക്ക് ഓടിക്കയറി, വീടിനകത്തേക്ക് ഓടിക്കയറി വാതിലടച്ചു. അപ്പോൾ ഈ ആന കുറച്ച് സമയം കൊണ്ട് ഈ ഭാഗത്തേക്ക് മുകളിലേക്ക് കയറിപ്പോയി, ഇങ്ങോട്ടേക്ക് ഈ ഭാഗത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ഞങ്ങൾ പിന്നെ അകത്ത് പോയിട്ട് പടക്കമുണ്ട് ഇവിടെ. സാധാരണ ഞങ്ങളിവിടെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ പടക്കം സൂക്ഷിക്കാറുണ്ട്. കാരണം ആനകൾ സ്ഥിരമായിട്ട് വരുന്നത് കൊണ്ട് ആ പടക്കം നമ്മൾ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസം മുമ്പ് ഇവിടെ ഫോറസ്റ്റുകാർ വന്നിരുന്നു. അപ്പോൾ അവരടുത്ത് ഞാൻ കുറച്ച് പടക്കം വാങ്ങി വെച്ചു ഇവിടെ. അങ്ങനെ വാങ്ങി വെച്ചിട്ട് ഈ പടക്കം വെച്ച സ്ഥലത്തിന് തീപ്പെട്ടി കാണുന്നില്ല. അപ്പോൾ ഈ തീപ്പെട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ തീപ്പെട്ടിക്ക് വേണ്ടിയിട്ട് തെരച്ചിൽ ഉള്ളിൽ കൂടെ പോകുമ്പോഴാണ് വീണ്ടും ആന വന്നു. വീണ്ടും ഇവിടെ വന്നിട്ട് നമ്മളെ ഇവിടെ ഈ മുറ്റത്ത് തന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഈ മുറ്റത്ത് തന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് ആന നിന്നു. അപ്പോൾ എൻ്റെ മോന് ജനലിനുള്ളിൽ കൂടെ ഒരു ചെറിയൊരു വീഡിയോ മോന് എടുത്തു. കുറച്ച് ഭാഗങ്ങൾ പേടിച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അവന് മൊബൈൽ എടുത്തിട്ട് അവൻ്റെ മൊബൈലിൽ ചെറിയ കുറച്ച് ഭാഗങ്ങൾ മാത്രം പകർത്തി. നമുക്ക് പിന്നെ പേടിയായി. സാധാരണ ഇങ്ങനെ വന്ന് നമ്മൾ ഒച്ചട്ടാ പോകുന്നതാണ്, പക്ഷെ ഇത് പോകുന്നില്ല. പിന്നെ നമ്മൾ ഉടനെ തന്നെ ഫോറസ്റ്റുകാരെ വിളിച്ചു. അവരൊരു 5-10 മിനിറ്റിനുള്ളിൽ ഫോറസ്റ്റുകാർ ഇവിടെ വന്നു. അവർ കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിച്ചു, അവരോട് പറഞ്ഞു. അവർ സാധാരണ വിളിച്ചാൽ ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ട് ഇപ്പോൾ മുമ്പൊന്നും അങ്ങനെ ഓടി വരാറുണ്ടായിട്ടില്ല, ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓടി വന്നു. അവർ പിന്നെ തോക്കും അതുപോലെ തന്നെ പടക്കങ്ങളും ലൈറ്റൊക്കെ എടുത്ത് വന്നു, സെർച്ച് ചെയ്ത് ഈ ഭാഗത്ത് ആന ഉണ്ടായിരുന്നു. അങ്ങനെ ആനനെ ഓടിച്ച് താഴെയിലൂടെ അങ്ങോട്ട് വിടുകയാണ് ചെയ്തത്. ഇവിടെ ഭയങ്കര ആനശല്യമുള്ള സ്ഥലം ആന മിക്ക ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ചക്കയാണ് ഈ ആനൻ്റെ മെയിൻ ടാർഗറ്റ്. ചക്കയും അതുപോലെ തന്നെ മാങ്ങയും. അപ്പോൾ ഇവിടെ നമ്മൾ താമസിക്കുന്ന പറഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടേക്ക് കഴിഞ്ഞാൽ ഈ തോട്ടം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് എസ്റ്റേറ്റ് ആണ്. ഒന്ന് ബ്രഹ്മഗിരി എസ്റ്റേറ്റ്, പിന്നെ നാഗമൻ എസ്റ്റേറ്റ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പോയി നമ്മൾ ആ കാണുന്ന കുന്ന് കഴിഞ്ഞ അപ്പുറത്തേക്ക് കർണാടകയാണ്. ആ കർണാടകയിലേക്ക് പിന്നെ അവിടുന്നും ഫോറസ്റ്റ് ഉണ്ട്. അവിടുന്ന് ആനകൾ ഇങ്ങോട്ട് സ്ഥിരമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കേരളത്തിൻ്റെ ആനകൾ ഈ ഭാഗത്ത് താഴെ ഭാഗത്ത് നിന്ന് അത് നമ്മൾ കേരളത്തിൻ്റെ ആനകൾ അവിടുന്നും വരാറുണ്ട്. അപ്പോൾ ഈ 2 ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ചില സമയത്തേക്ക് ഫോറസ്റ്റുകാർ ഇതിനെപ്പറ്റി തർക്കും. കർണാടകത്തിലെ ആനയാണ്, ഇവർ കേരളത്തിലെ ആനയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. പിന്നെ മുൻപൊന്നുമില്ല, ഇപ്പോഴൊക്കെ കുറച്ച് നഷ്ടപരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ശാശ്വത പരിഹാരമല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 6 കിലോമീറ്ററോളം ഈ കർണാടക ബോർഡറിൽ പിന്നെ ഫെൻസിങ്ങിന് പാസ്സായിട്ട് നമ്മളെ എം എൽ എ കേളു ഇപ്പോൾ മന്ത്രിയാണ്, മുൻപ് MLA ആയിരിക്കുന്ന സമയത്ത് പാസ്സാക്കിയ 15 ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ഫണ്ട് ലഭ്യത കുറവുകൊണ്ട്
അതിൻ്റെ സാധനങ്ങളും സാമഗ്രികളൊക്കെ കൊടുന്ന് നമ്മളെ അപ്പപ്പാറ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ കൂട്ടിയിരിക്കുന്നുണ്ട്. അത് പ്രവൃത്തി നടന്നിട്ടില്ല. പക്ഷെ അത് ചെയ്യുവാണെങ്കിൽ കുറേ വ്യത്യാസങ്ങൾ വരും. അതൊരു ശാശ്വത പരിഹാരമല്ല. അത് കാരണം അതിൻ്റെ മെയിൻ്റനൻസും കാരണങ്ങളും ഒരു വർഷം അതിന് കണ്ടിന്യൂ ആയിട്ടുണ്ടാവും. പിന്നീട് അതൊന്നും ചെയ്യാത്തതുകൊണ്ട് അങ്ങ് നശിച്ചു പോകാറ് സാധാരണ അങ്ങനെയാണ്. ഇതിന് നമ്മളെ സർക്കാർ ശാശ്വതമായ ഒരു പരിഹാരമാണ് കാണേണ്ടത്. കാരണം ഈ ജനങ്ങൾ താമസിക്കുന്ന ഒരു കർഷകന്, ഒരു നെല്ല് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ആ വിത്ത് ഇടുന്ന അന്ന് മുതൽ അത് കൊഴിയുന്നവരെ കാവൽ നിൽക്കണം. എന്നാലും യാദൃശ്യമായിട്ട് 1-2 പ്രാവശ്യം വരെ നെൽപ്പാടങ്ങളിൽ ഇറങ്ങും. 2 കഴുങ്ങ്, പിന്നെ തെങ്ങ്, വാഴ, അങ്ങനെ ഒരു കൃഷിയും ഒരു നാടുകൾക്ക് ഒരു പച്ചക്കറി പോലും ഒരു വീടുകളിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഈ പ്രദേശത്തുള്ള തിരുനെല്ലി പഞ്ചായത്തിൻ്റെ ഈ എറണപ്പാറ എന്നല്ല, തോൽപ്പെട്ടി ആയാലും അതുപോലെ തന്നെ അപ്പപ്പാറ ആയാലും ഇതിൻ്റെ വിവിധ പ്രദേശങ്ങൾ, തോൽപ്പെട്ടിയുടെ ഈ ഭാഗങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലും ഈ സംഭവം ഇത് തന്നെയാണ്. എല്ലാ കർഷകരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. അതിനിടയ്ക്ക് ഒരുപാട് ആളുകൾ, ഇപ്പോൾ 10-85 ആളുകളോളം ഈ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് 2 ആഴ്ചക്കുള്ളിൽ 3 ആളുകൾ തന്നെ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു. അതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളൊക്കെ അടച്ചിരിക്കുകയാണ്. മുൻപൊക്കെ നമ്മൾ വയനാട് ജില്ലയ്ക്ക് നല്ല ഒരു സമ്പാദ്യം കിട്ടേണ്ട ആ ഒരു 3-4 മാസമായിട്ട് അടച്ചിട്ടുകൊണ്ട് സർക്കാരിന് കിട്ടേണ്ടതും ഇക്കോ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന കുറേ കുടുംബങ്ങൾക്കും എല്ലാവരും ആ ഒരു പട്ടിണിയും പരിവൊക്കെ ആയിട്ടുള്ളൊരു ആണ്. അതിൽപ്പെട്ട ഒരാളാണ് ഞാനും. ഞാൻ ഇക്കോ ടൂറിസത്തിലേക്ക് ജീപ്പ് കൊണ്ട് വർഷങ്ങളായിട്ട് ഒരു 16 വർഷത്തിൽ കൂടുതലായിട്ട് ആ ഫോറസ്റ്റിനകത്ത് വണ്ടി ഓടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമുക്കും സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടായി. പിന്നെ ഇങ്ങനെയുള്ള ശല്യങ്ങൾ വരുമ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത്. ഇതിന് ഗവൺമെൻറ് ഈ ആനകൾ ഇറങ്ങുന്ന ഭാഗത്ത് ഘട്ടം ഘട്ടമായിട്ട്, ഇപ്പോൾ ഒരു ഇത്ര കിലോമീറ്ററുകൾ ഒരു ഘട്ടത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഘട്ടഘട്ടമായിട്ട് ഈ പിന്നെ ഫെൻസിങ് ഉണ്ട്. അതായത് നമ്മളെ ഈ ട്രെയിൻ ഫെൻസിങ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ട്രെയിനിൻ്റെ പാളം കൊണ്ടുണ്ടാക്കുന്ന ഈ കർണാടകയിലൊക്കെ അത് നല്ലൊരു ശാശ്വതമല്ല. ഇതിന് കുറച്ചുകൂടി മെച്ചമാണ്. ആന ഇറങ്ങുന്നുണ്ട്, ഓക്കെയാണ്. പക്ഷേ എന്നാലും അതൊക്കെ ഒരു അങ്ങനെ തരത്തിൽ എന്തെങ്കിലും ചെയ്തെങ്കിൽ ഈ ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ നമ്മൾ മഴ ആയതുകൊണ്ട് ഈ ഷീറ്റിൻ്റെ മുകളിൽ വെള്ളം പോകുന്നതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് സൗണ്ട് മനസ്സിലായി. ഒച്ച കേട്ടു ഞാൻ. വീടിനെ ഞാൻ വെള്ളം ചൂടാക്കിയിട്ടാണ് കുളിക്കാറ്. അപ്പോൾ അത് ബാക്കിൽ ഷെഡ് കെട്ടിയിട്ടുണ്ട്. ആ ഷെഡിൻ്റെ കാലുകളൊക്കെ മെല്ലെ ചെരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ വന്ന് ചാരിയിട്ട് ഈ ചെടിച്ചട്ടിയൊക്കെ ഇതൊക്കെ വന്ന് ചെടിച്ചട്ടിയൊക്കെ വന്നിട്ടാണ്. ഇതിനകത്തുണ്ടായിരുന്ന മുഴുവൻ ഇതിനകത്ത് ഫുള്ള് ചെടികളും പൂക്കളുമായിരുന്നു. ഈ മീനുകൾ കണ്ടോ, ഇതുപോലെ ഇതിനിടയിൽ വലിയ വലിയ മീനുകൾ, പൈസൻ്റെ ഒരു 1000-1500 രൂപേൻ്റെ മീനുകളൊക്കെ ഇതിനകത്തുണ്ട്. സക്കർ എന്ന് പറഞ്ഞ മീനുകളുണ്ട്, വേറെ ഒക്കെ ഉണ്ട്. കുറേ മീനുകളൊക്കെ ചത്തുപോയി. ഇതിനകത്തുകൊണ്ട് കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പുറത്തെ കുളം, അവിടെ ഒരു ചെറിയ കുളം, ആനേനെയും കുരങ്ങിനെയും. അത് കുരങ്ങ് ശല്യം ഇവിടെ ഉണ്ട്. മാന് നമുക്കൊരു പച്ചക്കറി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടക്കം പൊട്ടിക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ. ആന ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ഇതിലെങ്ങനെയാ വന്നേ? ഈ ഇടങ്ങിയ ഈ വഴിയിലൂടെയാണ്, ഈ ഇത്രയുള്ള ഒരു സ്പേസിലൂടെയാണ് ആന കടന്നു വന്നത്. ഇതൊക്കെ മറിച്ച് കളഞ്ഞായിരുന്നോ? അതൊക്കെ അല്ല, അതൊന്നും പൊട്ടിച്ചില്ല. അതൊന്നും പൊട്ടിക്കാതെ തന്നെ നടന്നു പോയത്. അല്ലേ? ഇതിലേ വന്നു. ഇവിടുന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ വന്നു. ആ തെങ്ങിൻ്റെ കൈയൊക്കെ പൊട്ടിച്ചിട്ട് അതൊക്കെ പൊട്ടിച്ച് അതിൽ കൂടെ കയറി ഇങ്ങനെ വന്നു. ഇതിലേ വന്നിട്ട് നമ്മളിവിടെ ഞാനിവിടെ പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തട്ടി മറിച്ചിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങോട്ടോ എല്ലാം ഇതാക്കിയിട്ടിട്ടാണ് ആന പാത്രങ്ങളൊക്കെ തിന്നാൻ തെരഞ്ഞാണ്. ഞങ്ങളിവിടെ ഈ ചക്ക തിന്നതിൻ്റെ കുരുവൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് തെരഞ്ഞിട്ടുണ്ട്. ആനക്ക് ഈ ചക്കയുണ്ട്. അപ്പോൾ തെരഞ്ഞ് അവിടെ എല്ലാം വന്ന് ഇങ്ങനെ തെരഞ്ഞു. ഇപ്പോൾ നമ്മളെ വീടിൻ്റെ അപ്പുറത്തൂടെയാണ് കയറി വന്നത്. ആ വീട്ടിലും പോയിട്ടുണ്ട്. അവിടെ ഈ വീടില്ലേ, ഈ വീടിൻ്റെ പുറകു വശത്ത് വരെ അങ്ങോട്ട് കയറി പോയിട്ടുണ്ട് ആന. പൊട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും പോയില്ല. ഇതിൻ്റെ ഇടയ്ക്കോടെ എങ്ങനെയാണ് പോയത്? ഈ പൈപ്പൊന്നും മുട്ടിയില്ല? ഇല്ല, പൈപ്പ് ഒന്നും മുട്ടിയില്ല, ഒന്നുമില്ല. അത് ആന ഹൈറ്റ് കുറവാണ്. കൊമ്പൊക്കെ നല്ല നീളമുണ്ട്, ഹൈറ്റ് കുറവാണ്. സാധാരണ നമ്മൾക്ക് ഇതിലെ വന്നിട്ട് നമ്മൾ ഈ പറമ്പിലുള്ള ചക്കയും മാങ്ങയൊക്കെ തിന്ന് പോകാറാണ് പതിവ്. സാധാരണ അങ്ങനെ ഇങ്ങനെ വന്നേ. ഇത് വഴിയാണ് ഇങ്ങനെ കയറി വന്നത്. കാൽപ്പാടുണ്ടല്ലേ? ഇറങ്ങി വരുന്ന എസ്റ്റേറ്റിൻ്റെ അവിടെ നിന്നല്ലേ? അതിപ്പോൾ നമുക്ക് ഇത്രയും വർഷങ്ങളായിട്ട് ശല്യം കുറവായിരുന്നു. ഈ ബ്രഹ്മഗിരി എസ്റ്റേറ്റ് കുറേ പിന്നെ തോട്ടം വൃത്തിയാക്കാതെ കിടന്നിരുന്നു. ഇപ്പോൾ അത് വേറൊരു പാർട്ടി ലീസിനെടുത്തിട്ട് അവർ മുഴുവൻ പിന്നെ സോളാർ ഇട്ടു. സോളാർ ഫെൻസിങ് ഇട്ടതുകൊണ്ട് അതിനകത്തേക്ക് ആനക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ആനകളൊക്കെ നേരെ എന്ത് ചെയ്തു, അതിലിറങ്ങി വന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്.
ഇപ്പോൾ സമയം ഒരു 7 മണി 8 മണി ആകുമ്പോഴത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഈ അവിടുന്ന് ഇവിടുന്നൊക്കെ ജനങ്ങൾ പടക്കം പൊട്ടിക്കൽ തുടങ്ങും, ഹൂക്കൽ തുടങ്ങും. അപ്പോൾ അതൊരു ഭാഗത്തേക്ക് ഓടിക്കും, അങ്ങോട്ട് മാറി നിൽക്കും. അവിടുന്ന് പിന്നെ പോകുമ്പോൾ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറും. പിന്നെ ഫോറസ്റ്റുകാർ രാത്രി വരും. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോടെ കൊണ്ട് 5 ആളെ കൊണ്ട് 10 ആളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു പരിധി ഉണ്ട്. അവരും നമ്മളെപ്പോലെ മനുഷ്യന്മാരാണ്. അപ്പോൾ അവരും വന്നിട്ട് അവരും രാത്രി സമയങ്ങളിൽ എന്നാലും അവർ വന്നിട്ട് നമ്മളോട് ഇപ്പോൾ സഹകരിക്കുന്നുണ്ട്. നമുക്കിനി ആ ഒരു ദൃശ്യങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം. സുപ്രസ്റ്റ് പൊട്ടിപ്പോയാ അത്ര തമ്മിൽ അടിച്ചിട്ടുള്ളത്. ഈ ഷീറ്റ് എങ്ങനെ കയറിയ? അതാണ് കൊമ്പ് തട്ടിയതാണ്. വരുമ്പോണ്ടോ കൊമ്പ് കണ്ടിട്ട് കീറിയതാണ്. ഇവിടെ ഇങ്ങോട്ട് ചളി തെറിക്കാൻ വേണ്ടി ഇതിനെ കെട്ടിയിരിക്കുന്ന പ്ലാസ്റ്റിക്. അങ്ങനെ ഒരാൾക്ക് നടന്ന് കഷ്ടി പോകാൻ പറ്റുന്നൊരു സ്ഥലത്തൂടെയാണ്. പിന്നെ ഇപ്പുറത്ത് ഇതിവിടെ വന്നു, ആ കുളത്തിൽ വന്നിട്ട് അവിടെ നിന്ന് പറിച്ചു, ചെടികൾ പറിച്ചു. അപ്പുറം പോയില്ലേ? ഇപ്പുറത്തെ ഈ ഭാഗത്തേക്കും വന്നു. അത് റോട്ടിലൂടെ വന്നത്. ഇതിലേ വന്നിട്ട് ഇതെന്ത് ചെയ്തു, പുറത്ത് നിന്നു. ഇവിടെ നിന്നിട്ട് അവിടെ നിന്നിട്ട് കഴിഞ്ഞ വർഷം വന്നിട്ട് ഇതിൽ കുളിച്ചു. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ രാവിലെ എണീറ്റ് ഞാൻ ജനൽ തുറന്ന് നോക്കുമ്പോൾ എൻ്റെ വണ്ടി ഇതേപോലെ ഇവിടെ ഉണ്ട്. ഈ വണ്ടീൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാണ്. കഴിഞ്ഞ ഇതേ വർഷം മഴക്കാലത്ത് ഇതിൽ സ്ട്രീറ്റ് എടുക്കടാ മീൻ. ഇതൊന്ന് കുറേ ചെടികളുണ്ടായിരുന്നു. അതും അപ്പുറത്ത് നിന്നൊരു കൈയിട്ട് പറിച്ചിട്ട് ആണ്. കുളത്തിലേക്ക് ഇവിടെ ഉണ്ടോ കൈ വെച്ച് നിന്ന് പിന്നെ അതിനകത്ത് നിന്ന് ചപ്പു പിന്നെ ചെടികളൊക്കെ പറിച്ച് പിന്നെ ഇതുവഴി ഇങ്ങനെ വന്നു. ഇതുവഴിയാണ് ഇങ്ങനെ പോയത്. ഇതുവഴിയാണ് വഴിയുണ്ടോ കൽപ്പാടമൊക്കെ ഉണ്ടോ? ഇതുവഴി അതിൻ്റെ അങ്ങനെ ഇങ്ങനെ പോയത്. ഇങ്ങോട്ടാണ് പോയത്. കണ്ടോ കൽപ്പാടമൊക്കെ ഉണ്ടോ? ഇതുവഴി ഇങ്ങനെ ഈ വീടിൻ്റെ പുറകിലൂടെ അപ്പുറത്തേക്ക് വന്നു, അതിലേ വന്നു. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് അന്നവിടെ സംഭവിച്ച കാര്യങ്ങൾ. ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു. നമ്മളതുപോലെ തന്നെ അവിടെ അന്ന് രാത്രി നടന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടു. ഇതാണ് അന്ന് നടന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് സ്ഥിരമായിട്ട് ആനയുടെ ശല്യം വളരെ രൂക്ഷമായിട്ട് തന്നെ ഉള്ള ഒരു പ്രദേശം തന്നെയാണ് തിരുനെല്ലി, അപ്പപ്പാറ, അതുപോലെ തന്നെ അരണപ്പാറയൊക്കെ ഭാഗങ്ങൾ. ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.